നമസ്കാരം, എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ചാനലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാർ സംയുക്തമായി നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച്, ക്യാപ്സ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് മിക്കവാറും എല്ലാവർക്കും അറിവുണ്ട്. സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുക. ഈ ഒരു പദ്ധതിയിൽ ഒരുപക്ഷെ എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. നിലവിൽ 46 ലക്ഷത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഇതിലിപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും വലിയ ആശങ്കയുണ്ട്. കൂടാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആധാർ അടിസ്ഥാനമാക്കി ചികിത്സ സർക്കാർ പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കി തുടങ്ങാത്തത് പലരെയും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവിൽ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന പ്രധാന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രകാരം മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നിങ്ങനെ ഏത് റേഷൻ കാർഡുള്ളവർക്കും നിശ്ചിത ധനസഹായം അനുവദിക്കുന്നതാണ് നിലവിലെ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ക്യാപ്സ് എന്ന പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയരോഗങ്ങൾ, ക്യാൻസർ, ബ്രെയിൻ ശസ്ത്രക്രിയകൾ, തളർവാദം, കരൾ മാറ്റിവെക്കൽ, വൃക്കാരോഗങ്ങൾ, ഡയാലിസിസ്, അപകടം മൂലമുണ്ടാകുന്ന അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം പ്രധാനമായി ലഭ്യമാകുന്നത്. ഒരു കുടുംബത്തിൽ പരമാവധി 2 ലക്ഷം രൂപ വരെയും, വൃക്ക മാറ്റിവെക്കൽ പോലുള്ള അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ 3 ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവരും മറ്റ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, ക്യാപ്സ്, PMJY എന്നിവയിൽ അംഗമല്ലാത്തവരുമായിരിക്കണം അപേക്ഷകർ എന്നതാണ് ഇതിന്റെ പ്രധാന യോഗ്യത. ഈ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലോ കാരുണ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ഇതിനായിട്ട് അപേക്ഷിക്കാം. റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, BPI റേഷൻ കാർഡുകൾക്ക് ഇത് നിർബന്ധമല്ല. ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട്, മെഡിക്കൽ എസ്റ്റിമേറ്റ് എന്നിവയ്ക്കാണ് ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ. ഈ ഒരു പദ്ധതി പ്രകാരം പണം നേരിട്ട് രോഗിക്ക് നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുക. ചികിത്സയ്ക്ക് മുമ്പായിട്ട് തന്നെ ഹോസ്പിറ്റൽ എംപാനൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളായിട്ട് 1056 എന്ന ഹെൽപ്പ് ഡെസ്ക് ലൈൻ നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കുക. അല്ലെങ്കിൽ 180203011056 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറെ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു വലിയ ആശ്വാസ വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജനുവരി 27-ാം തീയതി വൈകുന്നേരം മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ചില ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്നതായിട്ട് കാണിച്ചെങ്കിലും പലർക്കും കൃത്യസമയത്ത് അത് ക്രെഡിറ്റ് ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജനുവരി 28, 29 തീയതികളിലൊക്കെ തന്നെ വിതരണ നടപടികൾ പൂർണ്ണ തോതിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 2000 രൂപ വീതം അത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലൊക്കെ തുക എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർച്ചയായിട്ട് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. തുക ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വയോജനങ്ങൾക്കും അതിനു പുറമെ മറ്റുള്ളവർക്കൊക്കെ തന്നെ നിത്യജീവിതത്തിലെ ചെലവുകൾക്കായിട്ട് ഈ തുക വലിയൊരു കൈത്താങ്ങാകുമെന്ന് സംശയമില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ചെറിയ ധനസഹായം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഏറ്റവും ആശ്വാസകരമാണ്. പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ കേരളം കാത്തിരിക്കുകയാണ്. ഇന്ന് ജനുവരി 29-ാം തീയതി കേരള സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എന്തൊക്കെ പുതിയ പദ്ധതികളാണ് സർക്കാർ ഉരുവാക്കുന്നതെന്ന് തന്നെ കുറിച്ച് ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഏറ്റവും ജനപ്രിയമായ ഒന്നായിരുന്നു എന്ന് ധനവകുപ്പ് മന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ അതോ കുടിശ്ശിക തീർക്കുന്നതിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ തീർച്ചയായിട്ടും വ്യക്തത
വരുന്നതായിരിക്കും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തി തുടങ്ങിയ സാഹചര്യത്തിൽ ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പക്കലേക്കും അത് കൈകളിലേക്കും തുക വിതരണം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നതാണ്. ഇനി അതിനു പുറമെ തന്നെ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ചിലർക്ക് ലഭിക്കേണ്ട തുകയിൽ 200 മുതൽ 500 രൂപ വരെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രവിഹിതം കൃത്യമായിട്ട് ലഭിക്കാതെ പോയതുകൊണ്ടാണ്. ഇതിന് ബാക്കി തുക ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്രവിഹിതം ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൃത്യമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അക്കൗണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ നമുക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡെയിലി അപ്ഡേറ്റുകൾ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.